ഹലോ കൂട്ടുകാരെ, ഒരു വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണക്കത്തേങ്ങ കൊപ്രത്തേങ്ങയായിരുന്നു. അതിനെല്ലാം പൊട്ടിച്ചെടുത്ത് ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, ചമ്മന്തിപ്പൊടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. തേങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഗ്രേറ്റ് ചെയ്താണ് എടുക്കാൻ പറ്റിയത്. തേങ്ങ തിരുമാൻ പറ്റിയില്ല. ഗ്രേറ്റ് ചെയ്ത് വറുത്ത് എല്ലാം ചേർത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ്, അല്ലാതെ സാമ്പാർ വയ്ക്കുന്ന പരിപ്പ്, കായം, മുളക്, ഉപ്പ്, മഞ്ഞൾ ചേർത്തിട്ടില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, കരിവേപ്പില ധാരാളം ചേർത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട്. ഇത്രയും സംഭവങ്ങൾ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് വറുത്ത് പൊടിച്ച് നല്ല സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കാനാണ്, 2 മക്കൾക്കും കൊടുത്തു വിടാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ അന്നേരം എനിക്ക് കഴിക്കാൻ വേണ്ടി 3 ദോശയുണ്ടാക്കി, ഒരു മുട്ട കറിയും ഉണ്ടാക്കി. ഞാൻ ഇതിൻ്റെ ചമ്മന്തിപ്പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഉച്ചഭക്ഷണമാണ് കേട്ടോ. ഇന്നത്തെ ഒരു ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയെന്ന് പറയുന്ന സമയം ഇപ്പം നല്ല സമയമായി കഴിഞ്ഞു. സമയം ഏകദേശം 3 മണിയോ 3:15 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് ചോറ് വേണ്ടാന്ന് വിചാരിച്ചു. ചോറ് വച്ചില്ല, ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശ കഴിക്കാൻ പോവുകയാണ്. അപ്പോഴെൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണം, ഒരു ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നാൽ മതി കേട്ടോ. ഓക്കേ.